പാലക്കാട്ടെ ഗ്രാമപ്രദേശങ്ങൾ ഇന്നും കാർഷിക കേരളത്തിന്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്ന ഇടങ്ങളാണ്. ചുരമിറങ്ങി വരുന്ന ചൂടുകാറ്റിലും വെയിൽനാളങ്ങൾ വമിക്കുന്ന കൊടും ചൂടിലും പാലക്കാടൻ കൃഷിയിടങ്ങൾ സമൃദ്ധി അണിഞ്ഞു തന്നെ നിൽക്കും. അത് മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന പാലക്കാട്ടെ കർഷകന്റെ ഹൃദയവിശുദ്ധിയായി വേണം വിലയിരുത്താൻ. കന്നുകാലി വളർത്തലും കൃഷിയും ജീവിതമാർഗമായി തെരഞ്ഞെടുത്ത ഒരു വലിയ ജനതയെ നമുക്കിവിടെ കാണാം. ഷൊർണൂരിനടുത്തുള്ള വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരകർഷകനായ PC വീരാനെയാണ് ഇന്ന് കൃഷിദർശൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. കന്നുകാലി വളർത്തലും കൃഷിയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നും അവയെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് കൃഷിയുടെ വളർച്ചയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും ഏറെ പ്രയോജനകരമാണെന്നും തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇദ്ദേഹം. 15 പശുക്കളും അതോടൊപ്പം 1.5 ഏക്കറിൽ ജൈവ കൃഷിയുമുണ്ട് ഇദ്ദേഹത്തിന്. ജേഴ്സി, സങ്കരയിനം HF, നാടൻ എന്നീ ഇനങ്ങളിലുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത്. അതിരാവിലെ തൊഴുത്തിലെത്തിയാൽ ദിവസത്തിന്റെ ഭൂരിഭാഗവും കന്നുകാലി പരിപാലനത്തിനായും കൃഷിക്കായും ചെലവഴിക്കുകയാണ് പതിവ്. ആദ്യം തന്നെ തൊഴുത്ത് വൃത്തിയാക്കുന്നു. അതിനുശേഷം പശുക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നു. ഈ ജോലികൾ തീർത്താലുടൻ പശുവിനെ കറക്കാൻ തുടങ്ങും. ഇദ്ദേഹത്തിന്റെ ഒപ്പം കുടുംബാംഗങ്ങളും ജോലികളിലെല്ലാം സഹായത്തിനുണ്ടാവും. ഏകദേശം 40 ലിറ്ററിന് മുകളിൽ പാലുണ്ടാവും ദിവസവും. ഇത് അളന്ന് കുപ്പികളിലാക്കുന്നത് മക്കളും ഭാര്യയുമൊക്കെ ചേർന്നാണ്. അളന്ന് കുപ്പിയിലാക്കിയ പാൽ അദ്ദേഹം സ്വന്തം വാഹനത്തിൽ ഓരോ വീടുകളിലും എത്തിക്കുന്നു. ബാങ്ക്, ആശുപത്രി തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ രാവിലെ തന്നെ ഇദ്ദേഹം പാൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ വിതരണം കഴിഞ്ഞെത്തിയാലുടൻ പശുക്കൾക്ക് തീറ്റ കൊടുക്കലാണ് പ്രധാന ജോലി. തന്റെ തന്നെ കൃഷിയിടത്തിൽ തീറ്റയ്ക്കുള്ള പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഓരോ ദിവസത്തേക്കുമുള്ള പുല്ല് അന്നന്ന് മുറിച്ചെടുത്താണ് പശുക്കൾക്ക് നൽകുന്നത്. തീറ്റപ്പുല്ലും വെള്ളവുമാണ് പ്രധാന ഭക്ഷണം. ഒപ്പം കാലിത്തീറ്റയും ഒരു നേരം വൈക്കോലും നൽകി വരുന്നു. ചൂട് ഏറി വരുന്ന സമയത്ത് ഇടയ്ക്കിടെ പശുക്കളെ നനച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാലാവസ്ഥയിലും പാലിന്റെ അളവിൽ കുറവുണ്ടായിട്ടില്ല. കന്നുകാലി വളർത്തലിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായവുമായി വല്ലപ്പുഴയിലെ മൃഗസംരക്ഷണ വകുപ്പും വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തും ഇദ്ദേഹത്തോടൊപ്പമുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് നമുക്ക് ക്ഷീരകർഷകരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പരിപാടികൾ, പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ കന്നുകുട്ടി പരിപാലന പദ്ധതി. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിൽ ഗുണമേന്മയുള്ള കറവ പശുക്കളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ 50 എണ്ണം ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയുണ്ട്. അതുകൂടാണ്ട് ഗോവർദ്ധനി എന്നുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൽ നേരിട്ട് നടപ്പിലാക്കുന്ന ഗോവർദ്ധനി എന്നുള്ള പദ്ധതിയിൽ ദത്തെടുത്തിട്ട് പശുക്കിടാക്കളെ ദത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് 2-2.5 വർഷത്തോളം നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണിത്. അതൊരു പ്രത്യേക ലിമിറ്റ് വെച്ചുള്ള തീറ്റ സബ്സിഡി നിരക്കിൽ സൊസൈറ്റി വഴി തീറ്റ കൊടുത്തിട്ട് അവരെ ആ ഗുണമേന്മയുള്ള പശുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കേരളത്തിലുടനീളമുണ്ട്. മൃഗസംരക്ഷണ വകുപ്പാണെങ്കിൽ പുള്ളി കാലങ്ങളായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൊഴുത്ത് നിർമ്മിക്കാൻ വേണ്ടി കുറച്ച് സഹായമൊക്കെ ചെയ്യേണ്ടതായി. പിന്നെ കന്നുകുട്ടി പരിപാലനത്തിൽ
പുള്ളി അതിൽ പശുക്കിടാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിയുടെ പശുക്കിടാക്കളെ ഉൾപ്പെടുത്തിയിട്ട് തീറ്റ നൽകിക്കൊണ്ടിരിക്കുകയാണ് സബ്സിഡി നിരക്കിൽ. അതിലുപരി ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കറവേന്ദ്രം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അങ്ങനെ അതുകൊണ്ട് ആൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം പുള്ളി വളരെ അധ്വാനിക്കുകയാണ് ശരിക്കും. ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് 1-2 മിനി ഡയറി യൂണിറ്റുകൾ പൂട്ടിപ്പോയത് എനിക്കറിയാം. അവർക്ക് അവർ ഇട്ടുകൊടുത്ത ഡ്രസ്സ് പോലും ഒന്ന് അഴുക്കാവാൻ പോലും മടിയുള്ള കർഷകരാണ്. പഴി മറ്റുള്ളവരെയും അവിടുത്തെ പണിക്കാരെയും മറ്റുള്ളവരെയും പഴി ചാരിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കൂടെ ചെല്ലണം. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ ഇതിങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും അതിൽ ഇറങ്ങി ചെന്ന് അവരുടെ കൂടെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റിയാൽ മാത്രമേ ഇത് ലാഭകരമായിട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ അത് നമുക്ക് സന്തോഷകരമാണ്, ലാഭകരമാക്കി പോകാം. അതല്ലാതെ എല്ലാം തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാം അവർ ചെയ്യട്ടെ, നമ്മളൊരു മേൽനോട്ടം മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പ്. കന്നുകാലികളെ കൂടാതെ 25ഓളം കോഴികളെയും വളർത്തുന്നുണ്ട്. കോഴിമുട്ടയിൽ നിന്നും വരുമാനം കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നുമുണ്ട്. ഇത് കൂടാതെ വീടിനോട് ചേർന്നുള്ള 1.5 ഏക്കർ സ്ഥലത്ത് ജൈവ കൃഷിയും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. മികച്ച ഇനം വിത്തുകളും തൈകളും സബ്സിഡി നിരക്കിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും എത്തിച്ചു കൊടുക്കുന്നു. എൻ്റെ വാർഡിലെ ഒരു മാതൃകാ കർഷകനാണ് പാലക്കുറിശി ചുള്ളിയങ്കാട്ടിൽ വീരാൻ. വിഷരഹിതമായ പച്ചക്കറികൾ നാട്ടുകാർക്കെല്ലാം നൽകി ഒരു മാതൃകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫാമിൽ തന്നെയുള്ള പശുവിൻ ചാണകവും കോഴിക്കാഷ്ടവും ഉപയോഗിച്ചിട്ടുള്ള നാടൻ വളങ്ങളാണ് അദ്ദേഹം പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വീരാനാക്ക വളരെ മിതമായ വിലയിലാണ് പച്ചക്കറികൾ വിൽപ്പന ചെയ്യുന്നതും. വീരാനാക്ക സ്വന്തം വീട്ടിൽ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു ഫാം നടത്തുകയും 100ഓളം വീടുകളിൽ അദ്ദേഹം ഈ പശുവിൻ പാൽ രാവിലെ തന്നെ എത്തിക്കുകയും ചെയ്യുന്ന വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഒരു മാതൃകാ ക്ഷീര കർഷകനാണ് അദ്ദേഹം. വാർഡ് മെമ്പർ എന്ന നിലയിൽ 3-ാം വാർഡിൽ ഇത്രയും മികച്ച കർഷകനായ വീരാൻ പാലക്കുറിശി ചുള്ളിയങ്കാട്ടിൽ എൻ്റെ വാർഡിൽ തന്നെ ആയതിനാൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. മത്തൻ, വെണ്ട, ചീര, വഴുതന, വെള്ളരി, വാഴ, ചേന, ചേമ്പ്, മരിച്ചീനി, ക്യാബേജ് തുടങ്ങി വിവിധ ഇനം വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. മണ്ണൊരുക്കുന്നത് മുതൽ കള പറിക്കുന്നതിനും വിളവെടുക്കുന്നതിനുമൊക്കെ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികളും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. തങ്ങളാൽ കഴിയുന്ന ജോലികൾ കുട്ടികൾ സന്തോഷത്തോടുകൂടി ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും ജൈവവളങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ചാണകം, ഗോമൂത്രം, കോഴിക്കാഷ്ടം, കമ്പോസ്റ്റ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ. ഇവയെല്ലാം വീട്ടിൽ തന്നെയുണ്ട് എന്നത് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. ചാണകം ഉണക്കി ചാക്കുകളിൽ സൂക്ഷിച്ച് കൃഷിക്ക് ഉപയോഗിക്കുന്നു. കൂടാതെ പുറത്തുനിന്നെത്തുന്ന ആവശ്യക്കാർക്ക് മിതമായ വിലയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. ഞാൻ ഇവിടുത്തെ പച്ചക്കറികൾക്ക് ഇടുന്നത് ജൈവവളമാണ്. ഇവിടുത്തെ ചാണകം ഉണക്കിയിട്ട് ഇടുകയാണ്. പിന്നെ പശുക്കൾക്ക് ഇവിടെ തന്നെ പുല്ലുണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്ക് ജോലിക്കാരൊന്നുമില്ല, ഞാൻ തന്നെയാണ് ജോലിയെല്ലാം എടുക്കുന്നത്. എൻ്റെ പശുക്കൾക്ക് അധികം കൂടുതൽ അസുഖങ്ങളൊന്നും വരാറില്ല. ഇടയ്ക്ക് വന്ന് ഡോക്ടർ ചെക്ക് ചെയ്ത് പോകും. എൻ്റെ ഫാമിൻ്റെ മാതിരിയുള്ള ഫാം ഇതുവരെ ഡോക്ടർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, അസുഖങ്ങൾ വരാത്തതുകൊണ്ട്. പിന്നെ കൃഷിഭവനിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്, സബ്സിഡി അതേമേലെല്ലാതും. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഡോക്ടർ എനിക്ക് കറവ് യന്ത്രം മിഷൻ വാങ്ങി തന്നു. പിന്നെ നമ്മളെ വാർഡ് മെമ്പർ വെച്ചാൽ നമുക്കെല്ലാ ആനുകൂല്യങ്ങളും ശരിയാക്കി എന്ത് കടലാസ് ഇതിൻ്റെ ലെവലിൽ കൊണ്ടുപോയി പച്ചക്കറി കൊണ്ടുകൊടുത്താലും ഇന്നൊക്കെ വിത്തുകളും
പിന്നെ അതിന് സബ്സിഡി കംപ്ലീറ്റ് പച്ചക്കറിക്ക് വാർഡ് മെമ്പർ 3-ാം വാർഡിലെ മെമ്പർ സമീന ഷെരീഫ് നമുക്ക് വാങ്ങിത്തരും. പച്ചക്കറി ഇപ്പോൾ കമ്മിയാണ്, വെയിൽ കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾക്ക് ജീവിക്കാനുള്ള പണമൊക്കെ ഇത് മുന്ന് കിട്ടും, ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴികളുണ്ട്, കോഴിമുട്ട വിൽക്കും. വിളവെടുപ്പായാൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എടുത്ത് ബാക്കി വരുന്നവ പുറത്തു കൊടുക്കുന്നു. ആവശ്യാനുസരണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിഷവിമുക്തമായ പച്ചക്കറികൾ വീട്ടിലെത്തിച്ച് നൽകുന്നതിനാൽ വീരാന്റെ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഇദ്ദേഹത്തിന്റെ കൃഷിക്ക് പൂർണ്ണ പിന്തുണയുമായി പഞ്ചായത്തും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും വീരാന്റെ ഒപ്പം തന്നെയുണ്ട്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇവരുടെ പ്ലോട്ട് ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരു മികച്ച കർഷകരിൽ വല്ലപ്പുഴ കൃഷിഭവന്റെ പരിധിയിൽ എടുത്തു പറയത്തക്ക ഒരു കർഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്ലോട്ടിൽ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഇറിഗേഷൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം ഇദ്ദേഹത്തിനൊരു റെയിൻ ഷെൽട്ടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ നമുക്ക് ഒരു റെയിൻ ഷെൽട്ടറും കൂടി അനുവദിച്ച് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ഓഫീസറുമായിട്ടും ADSRുമായിട്ടൊക്കെ സംസാരിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാവട്ടെ പാലാവട്ടെ ഇതെല്ലാം ഇദ്ദേഹം വല്ലപ്പുഴ പഞ്ചായത്തിലുള്ള ഓരോ വീടുകൾക്കും നേരിട്ട് തന്നെ ഇദ്ദേഹം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു മികച്ച സംരംഭമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഊന്നൽ നൽകണം എന്നുള്ളതും ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ട എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതും ഗൗരവമായിട്ട് ആലോചിക്കുന്നതായിരിക്കും. ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ദിവസം 2 നേരം കൃഷിയിടം നനയ്ക്കുന്നുണ്ട്. സ്പ്രിംഗ്ലറുകൾ ഉപയോഗിച്ചാണ് നനയ്ക്കുന്നത്. ഈ രീതി അവലംബിച്ചിരിക്കുന്നതിലൂടെ സമയവും വെള്ളവും ലാഭിക്കാൻ കഴിയുന്നു. ഒരേ സമയം കന്നുകാലി വളർത്തലും കൃഷിയും വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് കഴിയും. ഈ വിജയത്തിൽ രണ്ടും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒപ്പം കുടുംബത്തിന്റെ അധ്വാനശീലവും കൃഷിയോടുള്ള ഇഷ്ടവും ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ഫുൾ ടൈം കർഷകനാണ്. അതായത് രാവിലെ പാല് കറന്നെടുത്ത് അത് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്ത് അതിനുശേഷം തൻ്റെ കൃഷിയിടത്തിലിറങ്ങി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെപ്പോൾ വന്ന് നോക്കുമ്പോഴും അദ്ദേഹം ഫീൽഡിൽ മുഴുവൻ സമയ കർഷകനായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടത്തിൽ പയറ്, വെണ്ട, പടവലം, ചീര തുടങ്ങിയ ഒട്ടുമിക്ക പച്ചക്കറികളും അദ്ദേഹം ചെയ്തു നോക്കുന്നുണ്ട്. കൂടാതെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള കൂൾ സീസൺ വെജിറ്റബിൾസും അദ്ദേഹം ഇവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള ചേന, ചേമ്പ്, മരച്ചീനി ഇതെല്ലാം അദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്. സമ്മിശ്രമായ ഈ കൃഷി രീതിയിലൂടെ കുടുംബത്തിനും ഗ്രാമവാസികൾക്കും വിഷമുക്തമായ ആഹാര പദാർത്ഥങ്ങൾ നൽകാൻ സാധിക്കുന്നു. കഠിനാധ്വാനത്തിന് അംഗീകാരമായി മികച്ച കർഷകനുള്ള പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കുറഞ്ഞ മുടക്കുമുതലിൽ കൃഷി ചെയ്ത് മികച്ച ലാഭം നേടുന്ന വീരാൻ മറ്റു കർഷകർക്ക് ഒരു മാതൃകയാണ്.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീരവികസന വകുപ്പ് അപേക്ഷകൾ ക്ഷണിക്കുന്നു. മരച്ചീനിയിൽ നിന്നും കീടനാശിനി. മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ക്ഷീരവികസന വകുപ്പ് 2017-18 വർഷത്തെ തീറ്റപ്പുൽ കൃഷി, MSDP പദ്ധതി എന്നിവയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് താൽപ്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. തീറ്റപ്പുൽ കൃഷി, അസോള കൃഷി, പശുക്കളുടെയും കിടാരികളുടെയും യൂണിറ്റ് എന്നീ പദ്ധതികൾക്കാണ് ധനസഹായം നൽകുക. കൂടാതെ കറവയന്ത്രം വാങ്ങുന്നതിനും നിലവിലുള്ള ഡയറി യൂണിറ്റുകളുടെ ആവശ്യങ്ങൾക്കുള്ള ധനസഹായത്തിനും അപേക്ഷ നൽകാവുന്നതാണ്. ക്ഷീരസഹകരണ സംഘങ്ങളിലോ ബ്ലോക്ക് യൂണിറ്റുകളിലോ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31-ാം തീയതിക്ക് മുന്നിൽ സമർപ്പിക്കണം. കൃഷിവകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും ഹോർട്ടികോർപ്പും സംയുക്തമായി തേനീച്ച വളർത്തുന്നതിനുള്ള നൂതന മാർഗങ്ങളെക്കുറിച്ചുള്ള പരിശീലന പരിപാടി ഈ മാസം 29-ാം തീയതി തിരുവനന്തപുരം ആനയറയിലുള്ള സമേതിയിൽ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ പേർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 0479 235 6695. മറ്റൊരു നമ്പർ 944 739 8085. തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം മരച്ചീനി ഇലയിൽ നിന്നും വേർതിരിച്ചെടുത്ത കീടനാശിനികൾ മുഞ്ഞ, ഇലച്ചെള്ള്, മീലിമുട്ട, വാഴയിലെ തടതുരപ്പൻ പുഴു, വാഴയിലെ തീനിപ്പുഴുക്കൾ, വാഴയിലെ മാണപ്പുഴു തുടങ്ങിയ വിവിധ കീടങ്ങളുടെ നിയന്ത്രണത്തിന് അനുയോജ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471 2 598 551. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വലിയതുറ തെങ്ങിൻ തൈ ഉൽപാദന കേന്ദ്രത്തിൽ കുറിയ ഇനം തെങ്ങിൻ തൈ WCT, D&T എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കുറിയ ഇനം വെസ്കോ സ്റ്റാർ എന്നീ തെങ്ങിൻ തൈകൾ തൈ ഒന്നിന് 75 രൂപയ്ക്കും D&T ഇനം തൈ ഒന്നിന് 125 രൂപയ്ക്കും ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാണ്. തിരുവനന്തപുരം അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ കൊയ്ത്തൂർകോണം വെറ്ററിനറി ഹോസ്പിറ്റലിന്റെ പരിധിയിലുള്ള RKVY എഗ്ഗർ നഴ്സറിയിൽ 46 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9744037207. തിരുവല്ല ബോധനയുടെ കാർഷിക വിഭാഗത്തോടനുബന്ധിച്ചുള്ള തേനീച്ച വളർത്തൽ ഗവേഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 26, 27 തീയതികളിൽ 2 ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. തേനീച്ച കോളനി വിഭജനം, തേൻ സംസ്കരണം, കൃത്രിമമായി റാണി ഈച്ചയെ വളർത്തിയെടുക്കുന്ന രീതി, പഴയ റാണിയെ മാറ്റുന്ന രീതി, മഴക്കാലത്തുള്ള തേനീച്ച സംരക്ഷണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുക. പരിശീലന ഫീസ് 400 രൂപ. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0469 2 606063. മറ്റൊരു നമ്പർ 9744 67 523. പച്ചക്കറി വിളകളെയും ഫലവർഗ്ഗങ്ങളെയും ബാധിക്കുന്ന
നിമവിരകൾക്ക് മണ്ണ് ചൂടാകൽ നല്ല നിയന്ത്രണ മാർഗമാണെന്ന് തമിഴ്നാട് കാർഷിക സർവകലാശാല നടത്തിയ കൃഷിയുടെ പരീക്ഷണത്തിൽ തെളിഞ്ഞു. മണ്ണ് നന്നായി കിളച്ച് വെയിലേൽപ്പിച്ച ശേഷം മാത്രം തൈകൾ നടുക. നിമവിരയുടെ ആക്രമണ ലക്ഷണങ്ങൾ ദൃശ്യമാകുന്ന തൈകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോളിത്തീൻ ഷീറ്റ് വിരിച്ച് കൃഷിയിടത്തിലെ മണ്ണ് ചൂടാക്കാവുന്നതാണ്. റബ്ബറിന്റെ നടീൽ രീതികൾ, പരിപാലനം, ഇടകൃഷി, കളനാശം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകദിന പരിശീലനം മെയ് മാസം 3-ാം തീയതി കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. പരിശീലന ഫീസ് 500 രൂപ. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0481 2351 313. മറ്റൊരു നമ്പർ 0481 2353 127. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 12,800 രൂപ, കോഴിക്കോട് 14,300 രൂപ, തൃശൂർ 12,800 രൂപ, കൊപ്ര കൊച്ചി 8,630 രൂപ, കോഴിക്കോട് 9,100 രൂപ, തൃശൂർ 8,690 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 56,700 രൂപ, ഗാബിൾഡ് 59,700 രൂപ, ചുക്ക് മീഡിയം 12,000 രൂപ, ബെസ്റ്റ് 13,000 രൂപ, മഞ്ഞൾ സേലം 8,800 രൂപ, ഈറോഡ് 9,200 രൂപ, അടയ്ക്ക പഴയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,900 രൂപ, RSS 4ാം ഗ്രേഡ് 14,200 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,900 രൂപ, RSS 4ാം ഗ്രേഡ് 14,280 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 12,800 രൂപ, കൊപ്ര 8,630 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 56,700 രൂപ, ഗാബിൾഡ് 59,700 രൂപ, ചുക്ക് മീഡിയം 12,000 രൂപ, ബെസ്റ്റ് 13,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 230 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 390 രൂപ മുതൽ 420 രൂപ വരെ, ജാതിപത്രി മഞ്ഞ ചുവപ്പ് 500 രൂപ മുതൽ 600 രൂപ വരെ, ഗ്രാമ്പു 700 രൂപ, റബ്ബർ RSS 5ാം ഗ്രേഡ് 13,900 രൂപ, RSS 4ാം ഗ്രേഡ് 14,200 രൂപ, ഒട്ടുവാൽ 9,000 രൂപ, ലാറ്റക്സ് 9,300 രൂപ. കമ്പോള അവലോകനം. വിദേശ കുരുമുളക് വരവ് ഉയരുമെന്ന ആശങ്കയിൽ ചരക്ക് സംഭരണ രംഗത്ത് നിന്ന് അന്തർ സംസ്ഥാന വ്യാപാരികളും മധ്യവർത്തികളും അകന്നത് വിലയെ ബാധിച്ചു. അൺഗാബിൾഡ് കുരുമുളകിന് 500 രൂപ ഇടിഞ്ഞ് 56,700 രൂപയിലാണ് വിപണനം തുടങ്ങിയത്. പുതിയ മുളക് വില 55,200 രൂപ. രണ്ടാഴ്ചത്തെ തളർച്ചയ്ക്ക് ശേഷം ഏലക്ക ലേലം വീണ്ടും സജീവമായി. കൊച്ചി ലേലത്തിന് വന്ന 43,782 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോ 12,024 രൂപയിലും ശരാശരി ഇനങ്ങൾ 10,047 രൂപയിലുമാണ്. നാളികേര ഉൽപ്പന്നങ്ങൾ പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. മില്ലുകാർ അടുത്ത വാരത്തിലെ മാസാരംഭം ഡിമാൻഡിനെ ഉറ്റുനോക്കുകയാണ്. അവധി വ്യാപാരത്തിൽ റബ്ബർ കാഴ്ചവെച്ച തിരിച്ചുവരവ് കൊച്ചി കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില കിൻഡലിന് 200 മുതൽ 250 രൂപ വരെ ഉയർത്തി. ഷീറ്റ് ക്ഷാമം വിലക്കയറ്റത്തിന് വേഗത നൽകുന്നുണ്ട്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8. കോഴിക്കോട് 35.4 28, കൊച്ചി 33.6 27, ആലപ്പുഴ 35.9 27.9, പുനലൂർ 36 25.5, തിരുവനന്തപുരം 35.6 26.8 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.